നമസ്കാരം. ഇന്ന് കർക്കിടക മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് കൊടുങ്ങല്ലൂർ അമ്മ വഞ്ചി മാർഗം അമ്മയുടെ കോഴിക്കുളങ്ങര അമ്പലത്തിലേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഈ വഞ്ചിയിൽ സ്ഥിരം ഈ യാത്രയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളാണ് ഞങ്ങൾ രണ്ടുപേരും. ഇവിടെ അമ്മയുടെ ദാരുശില്പം നിർമ്മിച്ചത് ഇവിടെ നിന്ന് കൊണ്ടുപോയ പ്ലാവിൻ്റെ വരിക്കപ്ലാവിൻ്റെ കാതലിൻ്റെ തടി കൊണ്ട് അതിൽ നിന്ന് കൊത്തിയുണ്ടാക്കിയ ദാരുശില്പമാണെന്നുള്ള ആ ഒരു ഐതിഹ്യത്തിൻ്റെ പുറത്ത് അതിന് ഒരു ആദരസൂചകമായി കർക്കിടക മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് അമ്മയുടെ വകയാണ് കോഴിക്കുളങ്ങര നനദുർഗ ക്ഷേത്രത്തിലെ എല്ലാവിധ പൂജകളും. അത് വെള്ളം പോലും അവിടെ നിന്നാണ് കൊണ്ടുവന്നിട്ടാണ് എല്ലാം കുരുത്തോല, അരിപ്പൊടി, പിന്നെ പായസം വയ്ക്കാനും നെയ്യ്, എല്ലാവിധ സാധനങ്ങളും അടികൾ നടക്കണം. അടികൾ പൂജ അവിടുത്തെ അടികൾ വന്നിട്ടാണ് ഇവിടെ പൂജ ചെയ്യുന്നതും. പുഷ്പമടക്കം എല്ലാ പൂജയ്ക്കുള്ള ദ്രവ്യങ്ങളും കൊണ്ടുവന്ന് പൂജ കഴിച്ച് നിവേദ്യം ഇവിടുത്തെ ജനങ്ങൾക്കും മറ്റു ഭക്തർക്കും പങ്കുവെച്ച് ഇവിടെ അത് കഴിഞ്ഞിട്ട് പ്രസാദമിട്ട് നല്ല രീതിയിൽ നടന്നു വരുന്ന അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇത് നമുക്കറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്. ഇതിൽ പല തരത്തിലും ചിലപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ ഇതിൻ്റെ പൂർവികർ പറഞ്ഞു കേട്ട അറിവാണ് നമുക്ക്. അപ്പോൾ ഈ ഇന്നത്തെ പൂജ എല്ലാ മെയിനായിട്ടുള്ള 3 പ്രതിഷ്ഠ നാഗക്കാവ് അവിടെയൊക്കെ അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് വന്ന അവിടുത്തെ അടികളാണ് അമ്മയുടെ വക. അമ്മയാണ് അതിൻ്റെ പൂർണ്ണമായ എല്ലാ ചെലവുകളും എടുക്കുന്നത് ഇന്നത്തെ. അതാണ് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നത്തെ ദിവസം വഞ്ചിമാർഗം 2 വഞ്ചിയിലാണ് അമ്മയുടെ നിവേദ്യങ്ങളും അടികളും മറ്റുള്ളവരും കൂടിയിട്ട് ഒരു വഞ്ചി, പിന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വഞ്ചി, 2 വഞ്ചിയും കൂടി കായൽ മാർഗം വന്ന് ഇവിടുത്തെ കടവിൽ വന്ന് നല്ല രീതിയിൽ ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും കൂടി ആദരവ് പൂവും വിളക്കും നിറപറയൊക്കെ വെച്ചിട്ട് നല്ല ഒരു ആദരവോടുകൂടി അമ്മേനെ സ്വീകരിച്ച് ഇവിടെ വന്ന് വലം വെച്ച് നേദ്യങ്ങൾ വെച്ച് അമ്മയുടെ പൂജ നടത്തും. അതാണ് ഇന്നത്തെ പ്രത്യേകത. ചേച്ചി പോവുകയാണെങ്കിൽ കേട്ടോ ചേച്ചി